ഞാൻ സമയത്ത് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് നല്ല പീച്ച് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന സൈസ് നെറ്റ്കോട്ട ഫാബ്രിക്കാണ്. ചെക്കോട്ട നെറ്റ്കോട്ട എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ. അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് നമുക്ക് ദുപ്പട്ടയ്ക്കകത്തും ടോപ്പിൻ്റെ താഴത്തെ ബോർഡറായിട്ട് ഇത് കൊടുത്തേക്കുന്നത്. യോക്ക് ആക്കണമെങ്കിൽ ആക്കാം, പക്ഷേ കുറച്ച് വീതി കൂടുതലുണ്ട്. ശരിക്കും താഴെയാക്കി തയ്ക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫുൾ വർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു മുട്ടിൻ്റെ ആ ഒരു അവിടം വരെ മൊത്തത്തിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ദാമൻ എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷനോളം ആ ഒരു വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് താഴെയാക്കി തയ്ക്കുന്ന കുറച്ച് കാണാൻ ഭംഗി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ. എല്ലാത്തിലും ത്രെഡ് ഈ ഒരു എംബ്രോയ്ഡറി ചെയ്തേക്കുന്നതെല്ലാം ബ്ലാക്ക് ഷെയ്ഡില്ല, മെയിൻ കളർ മാത്രമേ മാറുന്നുള്ളൂ. ഫസ്റ്റ് ഷെയ്ഡ് പീച്ചിൻ്റെ കോമ്പിനേഷനാണ്. ഫുള്ള് വർക്കാട്ടോ, ഇതിപ്പോൾ ഫുള്ള് വർക്കായിട്ട് ഇതുപോലെ നന്നിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ബോട്ടം സാറ്റൻ സിൽക്ക്. നമ്പർ AK196, റേറ്റ് 960 രൂപയുള്ളൂ. 96. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ബ്ലൂ കളറാട്ടോ, നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. അതിൻ്റെ അത് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത്. ഇതിനും മുമ്പേ കാണിച്ചാലും തന്നെ താഴെ ബോർഡറിനായിട്ടാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത്. യോക്കാക്കേണ്ടവർക്ക് ആക്കാട്ടോ, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇത് സാധാരണ കോട്ടയേക്കാളും ഒക്കെ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഐറ്റമാണ്, നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിന് നമ്പർ വരുന്നത് AK194, റേറ്റ് 960. ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ. നല്ല രസമുണ്ട്. ഈ മെറൂണും ബ്ലാക്കും ആ കോമ്പിനേഷൻ കാണാൻ ഭയങ്കര അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ രണ്ട് സൈഡിലൊക്കെ ഇടുന്നവർക്ക് നല്ല, കാരണം താഴെയും ഡിസൈൻ ഉണ്ട്, ദുപ്പട്ടയിലും ഫുള്ളായിട്ട് വർക്ക് വരുമ്പോൾ നന്നായിട്ട് തന്നെ നിൽക്കും. നിങ്ങൾ സ്ക്വയറോ ഒരു റൗണ്ടോ ഒക്കെ നെക്ക് കൊടുത്ത് തയ്ച്ചാൽ മതി, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്ക്, സെയിം കളർ തന്നെ. നമ്പർ AK195, റേറ്റ് 960.